ലോകത്തെവിടെ യുദ്ധം നടന്നാലും അതിൽ ഇന്ത്യക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ ഫാൻസ് അസോസിയേഷൻ, ആ രാജ്യങ്ങളുടെ ഫാൻസ് അസോസിയേഷനുകൾ തുടങ്ങുന്നവരാണ് നമ്മുടെ നാട്ടിലെ ചിലർ. ഇറാൻ ഫാൻസ്, അമേരിക്ക ഫാൻസ്, ഇസ്രായേൽ ഫാൻസ്. കഴിഞ്ഞ ആഴ്ച ശ്രീലങ്കൻ തീരത്തിന് സമീപം അമേരിക്കൻ അന്തർവാഹിനിയുടെ ടോർപിഡോ ആക്രമണത്തിൽ ഇറാനിയൻ യുദ്ധക്കപ്പലായ ദേന തകർന്നപ്പോൾ സ്വന്തം രാജ്യത്തെയും ഇന്ത്യൻ നാവികസേനയും വരെ ഒറ്റുകാർ എന്ന് വിളിച്ച ചില ഇറാൻ പ്രേമികളുണ്ടായിരുന്നു. അവർക്കിപ്പോൾ ഇറാനിൽ നിന്ന് തന്നെ ചുട്ട മറുപടി കിട്ടിയിരിക്കുകയാണ്. ഇന്ത്യ ടുഡേ കോൺക്ലേവ് 2026 സംസാരിക്കവേ ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി മുഹമ്മദ് ഫത്താലി നടത്തിയ പരാമർശങ്ങളാണ് ഈ അനാവശ്യ വിവാദങ്ങൾക്ക് കൃത്യമായ വിരാമമിടുന്നത്. IRIS ദേന തകർന്ന സമയത്ത് മറ്റു പല രാജ്യങ്ങളും ഇറാനോട് മുഖം തിരിച്ചപ്പോൾ ഇന്ത്യ തങ്ങളെ പരമാവധി സഹായിച്ചു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇന്ത്യ ഇറാന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് വാദിച്ചവർക്കുള്ള കൃത്യമായ മറുപടിയാണിത്. ഇന്ത്യയുടെ ആത്മാർത്ഥമായ ഇടപെടലുകളെ ഇറാൻ നയതന്ത്ര പ്രതിനിധി തന്നെ പരസ്യമായി പ്രശംസിച്ചിരിക്കുകയാണ്. മാർച്ച് 4 വിശാഖപട്ടണത്തെ ബഹുരാഷ്ട്ര നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന IRIS ദേന ശ്രീലങ്കയ്ക്ക് സമീപം വെച്ച് US അന്തർവാഹിനിയുടെ ആക്രമണത്തിൽ തകർന്നത്. 100-ലധികം ഇറാനിയൻ നാവികർ കൊല്ലപ്പെട്ട ഈ സംഭവം നടന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചായതുകൊണ്ടാണ് ഇവിടെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ 20% വരുന്ന ഇന്ത്യൻ മഹാസമുദ്രം മുഴുവൻ ഇന്ത്യയുടേതാണെന്ന് വിശ്വസിക്കുന്ന ചില വിഡ്ഢികളാണ് ഇതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തെ കുറ്റപ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ചത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യക്ക് കൃത്യമായ അതിർത്തികൾ ഉണ്ടെന്നും ആ അതിർത്തിക്ക് അപ്പുറമാണ് ആക്രമണം ഉണ്ടായി കപ്പൽ തകർന്നതെന്നും എന്നുമൊക്കെ ഈ ചരിത്രവും വസ്തുതകളും ഒന്നും തലയിൽ കയറാത്ത മതം നിന്ന് ജീവിക്കുന്ന ഇക്കൂട്ടരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ഈ സംഭവത്തിന് പിന്നാലെയാണ് ഇറാന്റെ സ്റ്റേറ്റ് PR ഏജൻസികളെ പോലെ പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇന്ത്യൻ നേവിക്കെതിരെ തിരിഞ്ഞത്. ഇന്ത്യ ഇറാനെ ചതിച്ചുവെന്നും ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ എണ്ണക്കപ്പലുകൾ കടത്തിവിടുന്നത് ഇറാന്റെ ഔദാര്യമാണെന്നും വരെ ഇവർ പ്രചരിപ്പിച്ചു. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്ക് യാതൊരു പങ്കുമില്ല എന്നിരിക്കെയാണ് ഈ അനാവശ്യ ഫാൻസ് പോർ ഇവിടെ അരങ്ങേറിയത്. പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യൻ നാവികസേന ഇറാനെ ഒറ്റുകൊടുത്തു എന്ന് പച്ചയ്ക്ക് പറഞ്ഞ രാജ്യവിരുദ്ധ കോമരങ്ങളുടെ മുഖത്തേക്കാണ് ഇന്ത്യയെ കൊണ്ട് കഴിയുന്നതെല്ലാം ഇന്ത്യ ചെയ്തിട്ടുണ്ട് എന്ന സത്യം ഇറാൻ തന്നെ ഇപ്പോൾ തുറന്നുവിട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ജൂതനും അമേരിക്കക്കാരനും ഷിയ മുസ്ലിമും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ഇന്ത്യ കക്ഷിയല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും വിദേശ രാജ്യങ്ങളുടെ പേരിൽ സ്വന്തം രാജ്യത്തിന്റെ സായുധ സേനയെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് എത്രത്തോളം വലിയ പോക്രിത്തരമാണെന്ന് ഇറാൻ സ്ഥാനപതിയുടെ ഈ വാക്കുകൾ തെളിയിക്കുന്നു. നയതന്ത്ര തലത്തിൽ ഇന്ത്യ പുലർത്തുന്ന സത്യസന്ധതയ്ക്കും സഹകരണത്തിനുമുള്ള ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണ് ഇറാൻ നൽകിയ ഈ മറുപടി. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ അന്ധമായി വിദേശ രാജ്യങ്ങളുടെ വക്താക്കളാകുന്നവർ ഈ വാക്കുകൾ കേൾക്കുന്നത് നന്നായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം.